ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ ഒരിക്കലും ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഇടുന്ന വീഡിയോ അല്ല. കഴിഞ്ഞ ജോബ് വാക്കൻസി പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ദുബായിൽ തന്നെ ഒരുപാട് പേർക്ക് ജോലി ഇല്ല എന്നുള്ളത്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സോ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ലോൺ എടുത്ത് മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ എന്ത് ചെയ്യേണ്ടി വരുമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് സെറ്റായത്. അപ്പോൾ അതുവഴി സെറ്റായി ജൂനിയർ എഞ്ചിനീയറായി സെയിൽ ചെയ്ത് ഒരു 1.5 വർഷം ഷിപ്പിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ലോൺ എടുത്ത് പഠിച്ചതുകൊണ്ടും സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ടും എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചില ഫ്രണ്ട്സ് വഴി ബോംബെയിലെത്തിയത്. അവിടെ ഒരു 10 പേരടങ്ങുന്ന ഒരു ചെറിയ റൂമിലായിരുന്നു താമസം. ഫുഡൊക്കെ കണക്കായിരുന്നു. വീക്ക്ലി 2 വട്ടം വരണ ന്യൂസ് പേപ്പറിലായിരുന്നു എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഷിപ്പ് യാർഡിന്റെ ഇന്റർവ്യൂ കണ്ടത്. ജോലി കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ ജോലിയില്ല, സെലക്ട് ആയവർക്ക് സാലറി ഇല്ല, ചിലർക്ക് കമ്പനി ഫെസിലിറ്റി പോരാ. എല്ലാവർക്കും പല പല കാരണങ്ങൾ. ഇന്റർവ്യൂവിന് 10 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ചോദിച്ചത്. അതിന് ഞാൻ 9 എണ്ണം തെറ്റിച്ചു പറഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എനിക്കൊരു ഓഫർ ലെറ്റർ കൊണ്ടാണ് ആൾ പുറത്തേക്ക് വന്നത്. അന്ന് തുടങ്ങിയ 8 വർഷത്തെ പ്രവാസ ജീവിതം ഇന്നും തുടരുന്നു. ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരുടെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. അതിനുവേണ്ടി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്യും, മാക്സിമം ഹെൽപ്പ് ഞാൻ ചെയ്യും. അപ്പോൾ ബൈ.